ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ പിടിച്ചുലക്കുന്ന വാർത്തകളും വിവാദങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. അമ്മ എന്ന താരസംഘടനയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അതിൻ്റെ സെക്രട്ടറിക്കെതിരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെയും മുൻ സെക്രട്ടറിക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അമ്മ എന്ന താരസംഘടന പിരിച്ചുവിടേണ്ട ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവസാനമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താരസംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെച്ചിരിക്കുകയാണ്. രാജിവിവരം പ്രഖ്യാപിച്ച് മോഹൻലാൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ, ദൃശ്യ, അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും. ഇതാണ് മോഹൻലാൽ പങ്കുവച്ച ആ വാർത്താക്കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം. അവസാനമായി അദ്ദേഹം പറയുന്നത്, നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും. അമ്മ എക്സിക്യൂട്ടീവിൽ രൂപപ്പെട്ട അഗ്നി സ്ഫോടന സമാനമായ പിളർപ്പിൻ്റെയും ആശയ സംഘട്ടനത്തിൻ്റെയും അവസാനമാണ് മോഹൻലാൽ രാജിവെച്ചൊഴിയുന്നതും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നതും. അമ്മ കൈക്കൊണ്ട നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്ത് വന്നു. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളിൽ പ്രതികരണവുമായി നടൻ പൃഥ്വിരാജ് ഇന്നലെ വാർത്താമാധ്യമങ്ങളെ കണ്ടിരുന്നു. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണം. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണം. ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടേണ്ടത് അധികാരികളാണ്. അത് പുറത്തുവിടാൻ നിയമവ്യവസ്ഥയിൽ വിലക്കില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗൗരവമായി അന്വേഷിക്കണം. തൻ്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ക്ലബ്ബായ ഫോഴ്സ കൊച്ചി FC-യുടെ ലോഞ്ചിനോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത്. ഹേമ കമ്മീഷനുമായി ആദ്യം സംസാരിച്ചത് ഞാനാണ്. സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം മലയാള സിനിമയിൽ വേണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങളിൽ എനിക്ക് അത്ഭുതമില്ല. തുടർ നടപടികൾ എന്താകുമെന്ന് ആകാംക്ഷയുണ്ട്. അമ്മയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത്തരം സ്ഥാനങ്ങളിൽ തുടർന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ പാടില്ല. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഇതായിരുന്നു പൃഥ്വിരാജിൻ്റെ പ്രതികരണം. എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ ഏത് ചുമതല ഏൽപ്പിച്ചാലും അവർക്കെതിരെ വെളിപ്പെടുത്തലുകൾ വരും. വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചാൽ മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ എല്ലാ നിലക്കും അസ്തിത്വപരമായ ഭീഷണി നേരിട്ടപ്പോൾ പിരിച്ചുവിടുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ മോഹൻലാൽ വളരെ തന്ത്രപരമായി അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. മലയാള സിനിമയിലെ താരസംഘടനയുടെ ഏറ്റവും വലിയ ഡൊമിനൻസ്, ആധിപത്യം അവസാനിക്കുകയാണ്. ഇനി ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് 2 മാസം കാത്തു നിൽക്കാം. ഒരു പക്ഷേ വീണ്ടും ഉപജാപങ്ങൾ നടത്തി വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചേക്കാം. എങ്കിൽ പോലും ജനാധിപത്യ രീതിയിലുള്ള പുതിയ
എക്സിക്യൂട്ടീവ് നിലവിൽ വരികയും ശുദ്ധികലശം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. വലിയ വലിയ ആരോപണങ്ങളാണ് അമ്മക്കെതിരെ ഉയർന്നു വന്നത്. WCCയുടെ പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.